Hi students, today we are going to study about overlays. Overlays means the process of transferring a block of program code or other data into internal memory. Internal മെമ്മറിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ബ്ലോക്ക് ഓഫ് പ്രോഗ്രാം കോഡ്. ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവണമെന്നില്ല, ഒരു പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഡാറ്റ നമ്മൾ ഇന്റേണൽ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവർലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി ഉള്ളത് റീപ്ലേസ് ചെയ്തിട്ട്, കാരണം മെയിൻ മെമ്മറിയുടെ സൈസ് കുറവാണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടി പ്രോഗ്രാമിംഗ് ഉണ്ടാക്കണം. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ കുറേ പ്രോസസ്സ് സ്റ്റോർ ചെയ്യുകയും വേണം. ബട്ട് മെയിൻ മെമ്മറിയുടെ സൈസ് കുറവാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില പ്രോഗ്രാമിൻ്റെ മെയിൻ മെമ്മറിയിലുള്ള ചില പ്രോഗ്രാം പിന്നെ റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ IO ഒക്കെ ആവശ്യമുള്ള സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പ്രോഗ്രാമിൻ്റെ കോഡ് അല്ലെങ്കിൽ ഡാറ്റ അതൊക്കെ ഇന്റേണൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവർലേ എന്ന് പറയുന്നത്. Overlaying is a technique that allows programs to be larger than the computer's main memory. പ്രോഗ്രാം ലാർജർ ആയിരിക്കുന്ന ഒരു കേസ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിനെക്കാട്ടും ലാർജർ ആയിരിക്കുന്ന ഒരു കേസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഓവർലേ. നമ്മുടെ മെയിൻ മെമ്മറിയുടെ സൈസിനെക്കാട്ടും വലുതാണ് പ്രോഗ്രാം, അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മെമ്മറിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിക്കുക, അതിനേക്കാളും കൂടുതലാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സൈസ് എങ്കിൽ ആ സമയത്തൊക്കെയാണ് ഓവർലൈൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുക. An embedded would normally use overlays because of the limitation of physical memory, which is internal memory for a system on chip, and the lack of virtual memory facilities. Overlaying requires the programmers to split their object code. Overlays ഓവർലേ ചെയ്യണമെങ്കിൽ, കാരണം ഓവർലേ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സൈസ് കൂടുതലും മെമ്മറി കുറവായിരിക്കുന്ന കേസസിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന് എന്ത് ചെയ്യണം, പ്രോഗ്രാമിൻ്റെ കോഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റണം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആക്കിയിട്ട് മാറ്റുകയാണ്. വലിയൊരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യാണ്, ചെറിയ ചെറിയ സെക്ഷൻ ആക്കി ഡിവൈഡ് ചെയ്യാണ്. ഈ ഓവർലേ മാനേജർ ദാറ്റ് ലിങ്ക്ഡ് ടു ദ കോഡ് വിൽ ലോഡ് ദ റിക്വയർഡ് ഓവർലേ ഡൈനാമിക്കലി ആൻഡ് വിൽ സ്വാപ്പ് ദം വെൻ നെസസറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ 2-pass അസംബ്ലർ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മെമ്മറി എന്ന് പറയുന്നത് എന്താ വരുന്നത്, 80 + 20 100, 100 70 + 30 100, 100 + 100 200 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ രണ്ട് അസംബ്ലറും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് 200 KB മെമ്മറിയാണ്. ബട്ട് നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഏറ്റവും വലിയൊരു സൈസ് ആയിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ളത് ഇതാന്ന് വിചാരിക്കുക, 150K ഫ്രീ ആയിട്ടുള്ളതല്ല, ഏറ്റവും വലിയൊരു സൈസ്, കാരണം 200 KB വേണം. സോ ഏറ്റവും വലിയ ബ്ലോക്ക് നമ്മൾ എന്താണ് 150 KB ആണുള്ളത്. സോ ഈ ഒരു 2-pass അസംബ്ലറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 2 ഓവർലേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓവർലേസിൽ നമ്മൾ പാസ് 1ന് 70 KB ആണ് വേണ്ടത്, അതിന് സിമ്പിൾ ടേബിളിന് 20 KB ആണ് വേണ്ടത്, കോമൺ റുട്ടീൻസിന് 30 KB ആണ് വേണ്ടത്. സോ ഹിയർ 120യും പിന്നെ ഓവർലേ ഡ്രൈവർ എടുക്കുന്നത് 10 KB കൂടെ ഒരു 130 KB ആണ് ഫസ്റ്റ് ഓവർലേ റിക്വയർസ്. പിന്നെ സെക്കൻഡ് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തത് പിന്നെ പാസ് ടു 8 KB, സിമ്പിൾ ടേബിളിന് 20 KB ആണ്, കോമൺ റൂട്ടീൻ 13, ഒബ്ജക്റ്റ് ലെയർ 10 KB, ടോട്ടൽ 140 KB. ഓക്കെ, അപ്പോൾ ഈ 130യും 140യും നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെയുള്ള സൈസ് എന്താണ് 150 ആണ്. ബട്ട് 200 മൊത്തമായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓവർലേ ഇത് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും. 130 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, നെക്സ്റ്റ് ഓവർലേ എന്ത് ചെയ്യും, അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യും 140. അപ്പോൾ an overlay structured program consists of a permanently resident portion called root and a set of overlays. This is the root. അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്രസ്സ് ഉണ്ടാവും, കാരണം അതിലാണല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു റൂട്ട് ഉണ്ടാവും. ഓക്കെ,
ടു എക്സിക്യൂട്ട് 2 പാസ് ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് 200 KB മെമ്മറി ആവശ്യമാണ്. ബട്ട് സപ്പോസ് ഓൺലി 150 ഫ്രീ മെമ്മറി ഈസ് അവൈലബിൾ. 150 ആയിട്ടുള്ള മെമ്മറി മാത്രമേ ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലോഡ് ദ എൻ്റയർ അസംബ്ലർ ഇൻ ടു ദ മെമ്മറി. ഈ അസംബ്ലറിനെ കംപ്ലീറ്റ് ഇവിടെ ലോഡ് ചെയ്യാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ അറ്റ് ദാറ്റ് ടൈം ഇഫ് വി യൂസ് ഓവർലേസ് വി ക്യാൻ ലോഡ് ദ ഹോൾ പ്രോഗ്രാം ഇൻ ടു ദ മെമ്മറി. അപ്പോൾ നമ്മൾ ഓവർലേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ഇതിലേക്ക് ജനറേറ്റിംഗ് 2 ഓവർലേസ്. നമ്മൾ 2 ഓവർലേസ് ജനറേറ്റ് ചെയ്യാണ്, A and B. Each need 130 KB and 140 KB and rest. After execution of firstly loaded overlays, it will release memory for the other overlays. അങ്ങനെ വേണമെങ്കിൽ ചെയ്യും. ആദ്യം 130 വന്ന് എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം 140 മെമ്മറിയിലുള്ള വന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. ദാറ്റ് ഇസ് ദ ഓവർലേസ്. പാർട്ടീഷൻ ചെയ്യാണ് നമ്മുടെ പ്രോഗ്രാമിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിക്ക് അനുസരിച്ചായിട്ട്. നെക്സ്റ്റ് വരുന്നത് സ്വാപ്പിംഗ് ആണ്. സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെക്കാനിസം ഇൻ വിച്ച് എ പ്രോസസ് ക്യാൻ ബി സാപ്ഡ് ടെമ്പററിലി. അതാണ് ഇമ്പോർട്ടൻറ്റ്. സാപ്ഡ് ഔട്ട് ടെമ്പററിലി. പൂർണ്ണമായിട്ടും പെർമനൻ്റ്ലി നമ്മൾ സാപ്പ് ഔട്ട് ചെയ്യുന്നതല്ല, ടെമ്പററിലി നമ്മൾ സാപ്പ് ഔട്ട് ചെയ്യുന്നു മെയിൻ മെമ്മറിയിൽ നിന്ന്. എവിടത്തേക്കാണ് swap out ചെയ്യുന്നത്? സെക്കൻഡറി മെമ്മറിയിലേക്ക്, സെക്കൻഡറി സ്റ്റോറേജ്, ദാറ്റ് ഇസ് ഡിസ്കിലേക്ക്, ആൻഡ് മേക്ക് ദാറ്റ് മെമ്മറി അവൈലബിൾ ടു അതർ പ്രോസസ്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ ഒരു പ്രോസസ് ഉണ്ട്. ആ മെയിൻ മെമ്മറിയിലെ പ്രോസസ് ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ആ പ്രോസസ്സിനെ സാപ്പ് ഔട്ട് ചെയ്യുന്നു ടു ദ ഡിസ്കിലേക്ക് സാപ്പ് ഔട്ട് ചെയ്യും. അതിന്റെ പ്ലേസിൽ വേറൊരു പ്രോസസ്സ് വരികയും ചെയ്യുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ സ്വാപ്പ് ബാക്ക് ദ പ്രോസസ് ഫ്രം ദ ഡിസ്ക് ടു ദ മെയിൻ മെമ്മറി. ആ നമ്മൾ നേരത്തെ സ്വാപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ ഡിസ്കിൽ നിന്ന് വീണ്ടും മെയിൻ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും? സ്വാപ്പിംഗ് ചെയ്യും. ദോ performance is usually affected by swapping process, but it helps in running multiple and big process in parallel, and that is the reason swapping was also known as technique for memory compression. അപ്പോൾ ഇവിടെ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മെയിൻ മെമ്മറി കാണാം, നിങ്ങൾക്ക് സെക്കൻഡറി മെമ്മറി കാണാം. ഓക്കെ, മെയിൻ മെമ്മറിയിൽ പ്രോസസ് P1 ഉണ്ട്, പ്രോസസ് P2 ഉണ്ട്. നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലാണെങ്കിൽ പ്രോസസ് P3, പ്രോസസ് P4 എക്സെട്ര, പ്രോസസ് Pn ഉണ്ട്. ദെൻ ഈ P1, ഈ പ്രോസസ് എന്ന് പറയുന്ന P1 ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റിലാണ് ഉള്ളതെങ്കിൽ പ്രോസസ് P1 നമ്മൾ എന്ത് ചെയ്യും? സാപ്പ് ഔട്ട് ചെയ്യും. സാപ്പ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലേക്ക് സാപ്പ് ഔട്ട് ചെയ്യും. ദെൻ പ്രോസസ് P3 നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് സ്വാപ്പിംഗ് ചെയ്തു. ദിസ് ഇസ് ദ മെയിൻ മെമ്മറി. ഇതാണ് മെയിൻ മെമ്മറി, ഇതാണ് സെക്കൻഡറി മെമ്മറി. ഇത് സ്വാപ്പിംഗ് ചെയ്തു. പ്രോസസ് P3 സ്വാപ്പിംഗ് ചെയ്തു. പ്രോസസ് കുറച്ച് കഴിഞ്ഞാൽ P1 എന്ത് ചെയ്യും? തിരിച്ചു വരും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ P1 കംസ് ബാക്ക്. P1 വന്നു കഴിഞ്ഞാൽ P3 നമ്മൾ എന്ത് ചെയ്യണം? സ്വാപ്പ് ഔട്ട് ചെയ്യണം ടു ദ ഡിസ്കിലേക്ക് സ്വാപ്പ് ഔട്ട് ചെയ്യണം. സോ ആ പ്ലേസിലേക്ക് നമ്മുടെ പ്രോസസ് P1 കടന്നു വരുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്വാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓവർലേസ് ആൻഡ് സ്വാപ്പ് ആണ്. ഓവർലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് കൂടുതലും മെയിൻ മെമ്മറിയുടെ സൈസ് കുറവാകുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാം ഈസ് പാർട്ടീഷൻസ് ഓർ ഡിവൈഡഡ് ഇൻ ടു ഓവർലേസ് ആയിട്ട് ഡിവൈഡ്. അതിനൊരു റൂട്ട് ഉണ്ടാവും. റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രോഗ്രാം ആണ്. ഈ ഓവർലേസ് എന്താണ്? കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കോഡാണ് ഈ ഓവർലേസ് എന്ന് പറയുന്നത്. ആ ഓവർലേസ് എന്ത് ചെയ്യും? അത് സ്മോൾ സൈസ് ആയിട്ട്, സോ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മെമ്മറിയിൽ സ്മോൾ സൈസ് ആണെങ്കിൽ അത് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓവർലേസ്. സ്വാപ്പിംഗും സ്വാപ്പ് ഔട്ട് ആണ് പിന്നെ എടുത്തിട്ടുള്ളത്. ഓക്കെ.